CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഫാസിസത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹിറ്റ്ലറുടെ നാസിപ്പടയ്ക്കുമേൽ സോവിയറ്റ് യൂണിയൻ നേടിയ ഐതിഹാസിക വിജയത്തിൻ്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ ഫാസിസത്തിനെതിരായുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കും സാഹോദര്യത്തിനും എതിരായ ആശയങ്ങളെ ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനും കഴിയണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഏക പാഠം ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പതാകയുടെ കീഴിൽ ഒരു നാട് അണിനിരക്കരുത് എന്നതാണ്. ബഹുസ്വരതയാണ് വേണ്ടത്. എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ സാഹോദര്യത്തോടെ പുലരാൻ കഴിയണം. അതിനെതിരായ എല്ലാ ആശയങ്ങളെയും നമുക്ക് ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനും സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം യുദ്ധദാഹികളായി മാറുന്ന ഒരു ജനതയെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കണം. ഇതിനു മുമ്പും സഞ്ചാരികളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടുള്ള സൈന്യത്തിന്റെ നിരന്തര നിരീക്ഷണം ഉണ്ടായിരുന്ന പകൽഗാമിൽ ആക്രമണമുണ്ടായ അന്നു മാത്രം ഒരു സൈനികൻ പോലും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് മറുപടി പറയാതെ ഇന്ത്യൻ ഭരണകൂടത്തിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാവില്ല. പകൽഗാം ആക്രമണത്തിന് ശേഷം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യയോ പാകിസ്ഥാനോ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തി യുദ്ധത്വര ജനങ്ങളിൽ വളർത്താനാണ് ശ്രമിച്ചതെന്ന് M. സ്വരാജ് പറഞ്ഞു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഇടുക്കി.